ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഒരു സൺഡേ ഒക്കെ കഴിഞ്ഞു. ഇന്ന് മൺഡേ ആണ്. എല്ലാവരും വർക്കിംഗ് ഡേ ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഞാനും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വരാൻ വൈകി വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാനിങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ചു. ഇന്ന് ഒരു പേഷ്യൻ്റെ അടുത്ത് പോയപ്പം അവരുടെ കഥകളൊക്കെ കേട്ടപ്പം ഞാൻ ഇങ്ങനെ ശരിക്കും ആലോചിച്ചു, എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത്രയേറെ സക്സസ് ആവാൻ കാരണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് അതിൽ നിന്ന്, ആ ട്രീറ്റ്മെൻറ്റിൽ നിന്നും, ഈ അസുഖത്തിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു മോചനം കിട്ടാൻ കാരണം എന്തായിരിക്കും? അത് ട്രീറ്റ്മെൻറ്റിന് ഗുണം മാത്രമാണോ, അതോ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെ ബാക്കി അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം എനിക്ക് എന്താ പറയുക, എന്നെ ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഞാൻ ഇത്ര പെട്ടെന്ന് ഓക്കെ ആയത് എന്നൊക്കെ ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഞാൻ കണ്ടുപിടിക്കാത്തൊരു കാര്യം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? ഞാൻ വീട്ടിൽ ചെന്നപ്പം ഒരു ചേച്ചി ഒരു താത്ത, അവർക്ക് വയറ്റിലാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 മാസമായിട്ടേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റേജാണത്. എന്താ പറയുക, തുടക്കത്തിലെ ചികിത്സിച്ച് അത് 100% മാറുന്ന തരം ക്യാൻസറാണ്. വയറ്റിലെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിലാണ്. അത് ഗർഭപാത്രം എടുത്ത് കളഞ്ഞാൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ വരാൻ സാധ്യതയില്ല. ഓക്കെ ആവും. ഒരു കീമോ പോലും വേണ്ട. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആ ചേച്ചി ആ ഒരു ഡിപ്രഷനാണ്. അത് ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, സർജറിയൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പിന്നെ എന്ത് പറ്റി, എന്താ ആകെ ഒരു ടെൻഷനായിട്ടിരിക്കുന്നത്, മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാണോ, അതോ വേറെ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതൊന്നും അവരെന്നോട് എന്താണെന്ന് പറഞ്ഞില്ല. പിന്നെ അവരെന്നോടൊരു കാര്യം പറഞ്ഞു, അവരുടെ ഹസ്ബൻഡ് അവരെ ഇട്ടിട്ട് പോയി. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി, എന്താ അങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അങ്ങനെ ആയിരുന്നത്രേ, നല്ല സ്നേഹത്തിൽ നല്ല ഒത്തൊരുമയോട് പോയിക്കൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും. പക്ഷേ അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവർ ഉപേക്ഷിച്ച് പോയി. ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അവരങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആളാണല്ലോ. അപ്പം മറ്റൊരാളുടെ ഈ ഒരു ദുഃഖം കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ? എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ ആലോചിച്ചു, എൻ്റെ ഹസ്ബൻഡോ അല്ല എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയോ എൻ്റെ ഫാമിലിയോ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ഒരിക്കലും ഞാൻ ഈ ഒരു അസുഖത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തില്ലായിരുന്നു. അസുഖം മാറിയില്ലേ അതൊന്നും അറിയില്ല കാര്യം. പക്ഷേ എനിക്ക് ഒരിക്കലും അതിൽ നിന്നൊരു മോചനം കിട്ടില്ലായിരുന്നു. എന്നും ഞാനൊരു രോഗിയായി എനിക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ഈ ആക്ടിവിറ്റികളോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ സമ്പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പം എൻ്റെ ഈ അസുഖം വരുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കുഞ്ഞു വഴക്കുകളും, എല്ലാ വീട്ടിലുണ്ടാകുമ്പോൾ കുഞ്ഞു വഴക്കുകളും, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തമ്മിൽ പിണങ്ങിയിരുന്നിട്ടൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും കാര്യത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ അങ്ങോട്ട് അടി ഉണ്ടാക്കും, പക്ഷേ ഹസ്ബൻഡ് എന്നോട് ഇതുവരെ ഒന്ന് മുഖം കറുപ്പിച്ച് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒന്ന് മുഖം കറുപ്പിച്ച് പറഞ്ഞാൽ എനിക്ക് സങ്കടമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും, എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് എൻ്റെ ഹസ്ബൻഡ് മനസ്സിലാക്കിയത് കൊണ്ടാവാം, എന്താണെന്നറിയില്ല. ഇതുവരെ എന്നെ ഒന്ന് വഴക്ക് പറയാനൊക്കെ ഇഷ്ടംപോലെ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, നമ്മളെ ഈ ഒരു കീമോ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു സർജറി, ഈ പീരീഡ് അത് വല്ലാത്തൊരു പീരീഡാണ്. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ദേഷ്യം എന്ന് പറയുന്ന സാധനം നമുക്ക് മൂക്കത്തായിരിക്കും. പൊതുവേ എനിക്ക് കുറച്ച് ദേഷ്യം അധികമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റും കൂടി എടുത്ത സമയത്തുണ്ടല്ലോ, അതെനിക്ക് കുറച്ച് പീക്ക് ലെവലാണ്. പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് മക്കളോടായാലും ആരോടായാലും പെട്ടെന്ന് ദേഷ്യം വരും. ഞാനത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തന്നെ അറിയാം എൻ്റെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാം. അത് ഞാൻ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ചില സമയത്ത് എനിക്കത് പിടിച്ചാൽ കിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കുഞ്ഞു കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോ അല്ല എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വരില്ലേ എന്ന്.
പക്ഷേ ഒരിക്കൽ പോലും അവരാരും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പിന്നെ പലപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞു, അമ്മ എങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, എനിക്കറിയില്ല എന്താണെന്ന്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നീ ദേഷ്യപ്പെടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ആരും തിരിച്ച് നിന്നോടൊന്നും പറയില്ല. കാരണം നീ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളാരും അനുഭവിച്ചിട്ടില്ല. പക്ഷെ നീ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നീ എങ്ങനെയെല്ലാം എന്തെല്ലാം തരത്തിൽ ഞങ്ങളോട് പെരുമാറിയാലും നിന്നെ ഞങ്ങൾക്കറിയാം എന്നാണ് അവർ പറഞ്ഞത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലാതെ വിഷമം വന്നു. കാരണം നമ്മൾ ഇത്രത്തോളം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. എനിക്ക് നല്ലൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ദൈവം എനിക്ക് എന്നെ ബ്ലെസ് ചെയ്ത് തന്നതുപോലെയാണ് എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി ആയാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയതാണ് എനിക്കത്. അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കും, എനിക്ക് അസുഖം ആദ്യം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് സ്കാനൊക്കെ വാങ്ങി ഞാനിങ്ങനെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ ഹസ്ബൻഡ് പുറത്തിരിക്കുകയാണ്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഞാൻ ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ ഇത് ഞാൻ എങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയവനോട് പറയും, എങ്ങനെയായിരിക്കും പുള്ളിക്കാരനത് എടുക്കുക, എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമോ, അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ വേണ്ടാന്ന് പറയുമോ, എന്തായിരിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ കുറച്ച് നേരം ഞാൻ സ്റ്റക്കായി. എൻ്റെ മനസ്സിൽ അസുഖമാണെന്ന് അറിഞ്ഞതിനെക്കാട്ടിലും അന്നേരം ഞാൻ ആലോചിക്കുന്നത്, ഞാനിങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു മുഖഭാവം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ കുറച്ച് നേരം ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുറത്തിറങ്ങി. എല്ലാവർക്കും അറിയാം നമുക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്തായിരിക്കുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങി. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് ഇതാണ് കേട്ടോ അസുഖം. ഏട്ടൻ കുറച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നീ വെറുതെ പറയുക, ഒക്കെ നിൻ്റെ സംശയം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് റിപ്പോർട്ട് കിട്ടി, ഇതാണ് അസുഖം. മൂപ്പർക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് റിപ്പോർട്ടൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു, അത് സാരമില്ല, അതിനിപ്പോൾ എന്താ, നമുക്ക് ചികിത്സിക്കാമല്ലോ. ഇപ്പം നിൻ്റെ അമ്മയ്ക്ക് വന്നില്ലേ, നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നീ നോക്ക്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് ചികിത്സിക്കാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങ് ചേർത്ത് പിടിച്ചു. ആ ഒരു കെയറിങ്, ആ സിറ്റുവേഷൻ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തന്നിരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ ചേർത്ത് പിടിക്കലായിരിക്കും ഞാനിപ്പം ഈ അസുഖത്തിൻ്റെ തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും ഈ അസുഖത്തിനെ ഫൈറ്റ് ചെയ്തിട്ട് ജയിക്കണം. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ മക്കളെയും കൂടെ ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ഹസ്ബൻഡ് നല്ലൊരു ഭാര്യയായി എൻ്റെ മക്കൾക്ക് നല്ലൊരു അമ്മയായി ജീവിക്കണമെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു നിമിഷമാണ്. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ഞാൻ എൻ്റെ മക്കളെയും ഹസ്ബൻഡിനെയൊക്കെ മറന്നു പോയിട്ടുണ്ടാവാം. പലതിനും ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടാവാം. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ദൈവം എത്രത്തോളം സമയം തരുന്നു അത്രത്തോളം സമയം എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കണം. എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലൈഫ് എനിക്ക് ദൈവം കനിഞ്ഞു തന്നതാണ്. അതെനിക്ക് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും ഇത്രയും വലിയൊരു അസുഖത്തിൻ്റെ പിടിയിലാവുമ്പം നമ്മുടെ വീട്ടുകാർ നമുക്ക് സപ്പോർട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹസ്ബൻഡും മക്കളും, പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വന്ന ആൾക്കാരാണ്. നമ്മളെ വീട്ടിൽ നിന്ന് എന്താ പറയുക, നമ്മൾ എല്ലാം ഇവിടേക്ക് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ഇത്രയും കാലം നമ്മളൊരു അസുഖം ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ജീവിച്ചു, നമ്മൾ അവരുടെ കൂടെ ഹാപ്പിയായി നിന്നു, സിറ്റുവേഷനെല്ലാം കടന്നു പോയി. പല പ്രശ്നങ്ങളിലും കാര്യങ്ങളിലൊക്കെ എല്ലാവരും കൂടെ നിന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു അസുഖം വരുമ്പോൾ അവർ നമ്മളെ പിന്തള്ളി കളഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലെങ്കിലും ഇതിങ്ങനൊരു അസുഖം വന്നല്ലോ നിനക്ക്, പിന്നെ എന്തെങ്കിലും മുഖം കറുപ്പിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തളർന്നു പോയേനെ. എനിക്ക് മുന്നോട്ട് ഒരിക്കലും പോകാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഇന്ന് കണ്ട താത്തി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ അവർ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കില്ല.
കാരണം എനിക്ക് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു രോഗിയായി പോയോ, എനിക്ക് എന്തൊക്കെയോ കുറവുകൾ വന്നോ, ഞാൻ മുന്നേ പണ്ടത്തെ പോലെ ആവില്ലേ, എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അസുഖം വരുന്നതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് കെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴായിരിക്കും എന്നെ കെയർ ചെയ്യുന്നത്. കാരണം അദ്ദേഹം എന്നെ അത്രയും സ്നേഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കാൻ തുടങ്ങി ചിലപ്പോൾ ഇപ്പോഴാണ് ഞാൻ കൂടുതൽ കെയറിങ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്നും വേണ്ട ജീവിതത്തിന്, എനിക്കൊന്നും വേണ്ട, എനിക്ക് പൊന്നോ പണമോ, ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലപ്പോഴും അത് ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയുക, ഓരോ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ സമയത്ത് ദേഷ്യം വരും. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു, എന്ത് സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു വഴക്ക് ഉണ്ടാക്കില്ല. കാരണം എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ. ഞാൻ ഒരിക്കലും എനിക്ക് കുറ്റം പറയില്ല. കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ എന്നെ എന്താ പറയുക കൈ പിടിച്ച് കൂടെ കൊണ്ടുവരുന്ന അവരാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവരുടെ ഒരു സപ്പോർട്ടില്ലായിരുന്നു ഒരിക്കലും ഞാൻ ഈ ഒരു അസുഖത്തിനെ ഞാൻ കരയ്ക്കെത്തില്ലായിരുന്നു എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഓരോ സമയത്തും നമ്മൾ പല പല ആലോചനകൾ നമുക്ക് വരും. ഈ ആലോചനകളെല്ലാം എന്താ പറയുക, അതിനെല്ലാം തരണം ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഫാമിലി സപ്പോർട്ടാണ്. ഓരോ പേഷ്യൻസും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ മാത്രമായിരിക്കില്ല, ഞാനൊരു പേഷ്യൻ്റ് ആയപ്പം എനിക്കത് മനസ്സിലായി. പക്ഷെ അത് ഈ രോഗത്തിലൂടെ കടന്നു പോകുന്ന ക്യാൻസർ എന്നല്ല, ഏത് രോഗമായാലും ഒരു പനി വന്നാൽ പോലും നമ്മൾ നമ്മുടെ അമ്മമാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. പക്ഷേ അപ്പോൾ പിന്നെ ഇങ്ങനൊരു മാരകമായ അസുഖം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് അത്രയും നാളും കണ്ട ഒരു ഭർത്താവിനെ അല്ല കാണുന്നത്, അല്ല അത്രയും നാളും കണ്ട ഒരു അമ്മയെയല്ല മക്കളെയല്ല കാണുന്നത്. പലപ്പോഴും പലരും അതിനെ എന്താ പറയുക, നേരെ വിപരീതമായൊരു അവസ്ഥയിലേക്ക് വരുന്നു. എങ്ങനെ അങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, ഒരു ഹസ്ബൻഡിൻ്റെ ഫോണാണ്, ഒരു കോള് വരുന്നുണ്ട്, ഞാനതൊന്ന് സ്കിപ്പ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞത്? അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ, നമുക്ക് ഒരു അസുഖം വരുമ്പം ഫാമിലി എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും ആ അസുഖത്തിൽ നിന്ന് കരകയറാൻ ആ രോഗിക്ക് കഴിയില്ല. അസുഖം മാറി അവർ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും ആരായാലും അവർ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും എപ്പോഴും ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്നോ ഉണ്ടായിരിക്കണം. ദയവായി ആരും ഒരു പേഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവരെ പിന്തള്ളിക്കളയാൻ പാടില്ല. അസുഖങ്ങളൊക്കെ മാറും. പ്രത്യേകിച്ച് നന്നായി കെയർ ചെയ്യുന്നൊരു ഫാമിലി ഉണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആരിലും കാണരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടപ്പോൾ ഞാനിങ്ങനെ ശരിക്കും വിചാരിച്ചു, എൻ്റെ അസുഖം എനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് നല്ലൊരു ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോ പേഷ്യൻസിനും നല്ലൊരു ഫാമിലി ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെ ആരും കടന്നു പോവരുത്. കടന്നു പോയവർക്ക് നല്ല കെയറിങ്ങും കാര്യങ്ങളും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർക്കൊരിക്കലും അതൊരു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഉൾക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.